എന്ത് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് തന്നെയാ. ഹായ് ആന്റി. ഹായ് അങ്കിൾ. കുട്ടി എന്താ ഇവിടെ? അത് ഞാൻ ആന്റിയെ കാണാൻ. ഇതിനു മുമ്പ് ഒരിക്കലും കുട്ടി ഇവിടെ വന്നു. അന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ വരവ് ശരിയായില്ല. അങ്കിൾ, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ. മിത്രയുടെ പെരുമാറ്റത്തിന് എന്താ കുഴപ്പം? അത്രയും വലിയ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ അവൾ അപമാനിക്കപ്പെട്ടപ്പോഴും അവൾ അതിന്റെ ദേഷ്യമൊന്നും നമ്മളോട് കാണിക്കുന്നില്ലല്ലോ. അതല്ലേ മാന്യമായ പെരുമാറ്റം. പത്മ, വീട്ടിൽ വരുന്ന ആളുകളോട് പാലിക്കേണ്ട ചില മര്യാദയുണ്ട്. അത് നിങ്ങൾ മറക്കണ്ട. സോറി ആന്റി, വേദയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോ വൈകി, അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. വേദയെ കണ്ടെന്ന് വിഷ് ചെയ്തിട്ട് പോവാന്ന് കരുതി. അത് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇറങ്ങിയേക്കാം. താല്പര്യമില്ല. ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നീ അവിടെ ഉണ്ടാവും. അത് നീ വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു സൗഹൃദമാണെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ കൂടെ കൂടെ ഇവിടെ കയറി ഇറങ്ങുന്നത്? മിത്ര വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ അനുവദിച്ചിട്ടാ. ആരനുവദിച്ചാലും ശരി തന്നെ. എന്റെ വീട്ടിൽ അനാവശ്യമായിട്ട് നീ കയറി ഇറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. ഇനി മേലിൽ ഇത് ആവർത്തിക്കാനും പാടില്ല. മിത്ര വന്നതേ വേദയെ കാണാനാ. അവൾക്ക് ബർത്ത്ഡേ വിഷയാനാ, അല്ലാതെ നിന്നെ കാണാനൊന്നും അല്ല. മോളെ, നീ മേലേക്ക് ചെല്ല്. വേദ മുകളിലുണ്ട്. താങ്ക് യു ആന്റി. നീ ചെല്ല്. അച്ഛാ, കുടുംബത്തിലേക്ക് ഒരു വിഷപ്പാമ്പ് വന്നു കയറി എന്താ ചെയ്യേണ്ടത്? തല്ലിക്കൊല്ലണ്ടേ? അതിന് പകരം ആരെങ്കിലും മടിയിൽ എടുത്തു വെച്ച് ലാളിക്കോ? ഒരു വിഷപ്പാമ്പ് കേറി വന്നു എന്നുള്ളത് സത്യ. അത് പക്ഷെ ആ കേറിപ്പോയവളല്ല. എന്നിട്ട് ഇവിടെ ചിലവര് മടിയിലൊക്കെ എടുത്തു വെച്ച് ലാളിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. എന്നെ കൊണ്ടൊന്ന് കൂടുതൽ പറയിപ്പിക്കല്ലേ. എനിക്കൊരാളെ ഈ വീട്ടിലേക്ക് വിളിക്കാനും അകത്ത് കയറ്റാനുമുള്ള അധികാരം ഇല്ലെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇവിടെ പല അധികാരങ്ങളും കേൾക്കുന്നുണ്ടല്ലോ. പത്മ, മതി. അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരിക്കൽ ഇതിന്റെ ഒക്കെ തനി നിറം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അവൾ ഇവിടെ വന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഭൂകമ്പം നടന്നാൽ അതിനുള്ള സമാധാനം ഞാൻ പറഞ്ഞോളാം. പിന്നല്ല.